നമസ്കാരം. ബിഗ് ഫൈറ്റ് തുടങ്ങുകയാണ്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് നിന്ന് ഈ സപ്തഭാഷാ സംഗമ ഭൂമി പിടിക്കാൻ കഴിഞ്ഞ തവണ മത്സരിച്ച അതേ സ്ഥാനാർത്ഥികളെയാണ് LDFും UDFും BJPയും നിർത്തിയിരിക്കുന്നത്. UDF പലതവണയായി വിജയിച്ച ഇടമാണ് മഞ്ചേശ്വരം മണ്ഡലം. BJP വർഷങ്ങളായി രണ്ടാം സ്ഥാനത്തെത്തുന്ന ഇടം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വലിയ വേരോട്ടമുള്ള മണ്ഡലം കൂടെയാണ്. ഈ മണ്ഡലം പിടിക്കാനിറങ്ങിയവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. ബിഗ് ഫൈറ്റിലേക്ക് സ്വാഗതം. ബിഗ് ഫൈറ്റിൽ ഇന്ന് പങ്കെടുക്കുന്നത് ശ്രീ PB അബ്ദുൾ റസാഖ്. അദ്ദേഹം മുസ്ലിം ലീഗ് നേതാവും നിലവിലെ MLAയുമാണ്. ശ്രീ CH കുഞ്ഞമ്പു, അദ്ദേഹം മുൻ MLA ആണ്, CPM നേതാവാണ്. BJPയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ ബാലകൃഷ്ണ ഷെട്ടി. നമുക്ക് മൂന്ന് പേരോടും കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാം. എന്തുകൊണ്ട് ഇത്തവണയും മഞ്ചേശ്വരം മണ്ഡലം താങ്കളെ വിജയിപ്പിക്കണം? വികസന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷത്തോടു കൂടി തന്നെയാണ് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറായത്. അതിൽ പ്രധാന വിഷയങ്ങൾ ഉപ്പളാസ്ഥാനമായി മഞ്ചേശ്വരം താലൂക്ക് യാഥാർത്ഥ്യമാക്കി, മഞ്ചേശ്വരം ഫിഷിംഗ് ഹാർബർ നിർമ്മാണം ആരംഭിച്ച്, കുമ്പളയിൽ ഗവൺമെന്റ് പോളിടെക്നിക്കിന് അനുമതി ലഭിച്ചു, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉക്കിനടുക്കയിൽ ആരംഭം കുറിച്ചു, ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസ് ജില്ലാ ആസ്ഥാനത്ത് നിലവിൽ വന്നു, ഗോവിന്ദപ്പൈ IHRD. നമുക്ക് അതിലേക്ക് അത്തരം നേട്ടങ്ങളിലേക്ക് തിരിച്ചു വരാം. ഇത്രയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു MLA തള്ളിക്കളഞ്ഞ് എന്തിന് മഞ്ചേശ്വരം മണ്ഡലത്തിലെ വോട്ടർമാർ താങ്കളെ തെരഞ്ഞെടുക്കണം? മഞ്ചേശ്വരത്തിന്റെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്തത് 2006-2011 LDFന്റെ ഭരണകാലത്താണ്. ഒന്ന്, നമ്മുടെ ചെക്ക് പോസ്റ്റ് ഏറ്റവും വലിയ സങ്കീർണമായ പ്രശ്നമാണ്. 9.5 ഏക്കർ സ്ഥലമെടുത്തു, നിലവിലുള്ളതിനെ അഭിവൃദ്ധിപ്പെടുത്തി 30 കോടി രൂപ ചെലവിൽ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റിന്റെ പ്രോജക്റ്റ് തയ്യാറാക്കി. ഈ 5 വർഷം ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഇനി വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടക്കാം. മഞ്ചേശ്വരം കോളേജ് മണ്ഡലത്തിൽ ഒരു കോളേജ് മാത്രമേ ഉള്ളൂ, ഗോവിന്ദപ്പൈ മെമ്മോറിയൽ കോളേജ്. അതുകൊണ്ട് പുതിയ കോളേജുകൾ വേണം. IHRD അപ്ലൈഡ് സയൻസ് കോളേജ് ഇവിടെ വന്നു. കുമ്പളയിൽ പഞ്ചായത്തിന്റെ ഔദാര്യത്തിൽ ഇപ്പോഴും അവിടുത്തെ കമ്മ്യൂണിറ്റി ഹാളിലാണത് പ്രവർത്തിക്കുന്നത്. തൊട്ടടുത്ത് 5.5 ഏക്കർ സ്ഥലമെടുത്തു, അതിനൊരു നടപടിയും പിന്നീട് ഉണ്ടായില്ല, കാട് കയറി കിടക്കുന്നു. അതുപോലെ തന്നെ ITI നമ്മുടെ പുത്തികൈ ഒരു നടപടിയും പിന്നീട് സ്വീകരിച്ചില്ല. ഇതൊക്കെ അന്ന് ആരംഭിച്ചതാണ്. യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് മഞ്ചേശ്വരത്ത് നടപടി സ്വീകരിച്ചില്ല. ഇങ്ങനെ കുറേ പോകുന്നു. ഇപ്പോൾ സാംസ്കാരിക സ്ഥാപനങ്ങൾ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാംസ്കാരിക സ്ഥാപനങ്ങൾ അന്ന് ആരംഭിച്ചത് ഇവിടെയാണ്. കാരണം എന്താ പറഞ്ഞാൽ നേരത്തെ ഇതിനുവേണ്ടി ആരും അവിടെ ശബ്ദിച്ചില്ല. തുളു അക്കാദമി വന്നു. 5 വർഷക്കാലം ആ തുളു അക്കാദമിയെ നാമാവശേഷമാക്കി. ഇവിടെ മാപ്പിള കലാപഠന ഗവേഷണ കേന്ദ്രം വന്നു. ആ ഗവേഷണ കേന്ദ്രം ഇല്ലായ്മ ചെയ്തു. അതുപോലെ തന്നെ യക്ഷഗാനത്തിന്റെ ആസ്ഥാനമാണ് കുമ്പള. ഇവിടെ യക്ഷഗാന കലാക്ഷേത്രം ആരംഭിച്ചു. പാതി വഴി നിൽക്കുന്നു. നിങ്ങൾ ഇവിടുന്ന് 4 കിലോമീറ്റർ പോയാൽ അത് കാണാം. അതുകൊണ്ട് വികസനം എന്താണ് എന്നത് 2006-2011 നോക്കി ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? രണ്ട് മുന്നണികൾ ഇങ്ങനെ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ BJPക്ക് എന്താണ് ബദലായി വെക്കാനുള്ളത്? കേരളം മാറി മാറി ഭരിച്ചത് UDF LDF ആണ്. അതേ രീതിയിൽ MLA പോയത് UDFന്റേത്, LDFന്റെ MLA ആണ് പോയത്. ഏറ്റവും വികസനമില്ലാത്ത മണ്ഡലമാണ് മഞ്ചേശ്വരം. ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നോക്കിയാൽ എവിടെയും ഗതാഗത പ്രശ്നം നോക്കിയാൽ റോഡുകളില്ലാത്ത ബായാറ് നിങ്ങൾ റോഡ് കണ്ടാൽ അവിടെ പോകാൻ പറ്റില്ല. പെർളയിൽ നിന്ന് പിന്നെ കർണാടക പോകുന്ന റോഡ് നോക്കിയാൽ അവിടെ സഞ്ചരിക്കാൻ പറ്റില്ല. എൻഡോസൽഫാൻ പ്രശ്നമുണ്ട്. അതിനെ പരിഹരിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അതിന് ബദലായിട്ട് BJP ഇതിപ്പോൾ ഒരാളെ ഇവിടെ നിന്ന് ഈ നിയമസഭയിലേക്ക് പറഞ്ഞയച്ചതുകൊണ്ട് എന്താണ് കാര്യം? BJPയിൽ നിന്ന് ഇവർ രണ്ടുപേരിൽ ഏതെങ്കിലും മുന്നണിയായിരിക്കും സംസ്ഥാനം ഭരിക്കുക. നിങ്ങളുടെ ഒരാൾ അങ്ങോട്ട് പോയതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാക്കാനാവുക? ഒരാൾ കൊണ്ട് നമുക്ക് മാറ്റം കൊണ്ടുവരാൻ സാധ്യമുണ്ട്. ഇത് പിന്നെ കേരളത്തിൽ വികസനം വരുന്നത് കേരളത്തിന്റെ ഫണ്ട് കൊണ്ട് മാത്രമല്ല, കേന്ദ്രത്തിന് ഫണ്ട് കൊണ്ട് പിന്നെ പല വികസനം മേഖലയിൽ ഇവിടെ വികസനം വരുന്നത്. കേന്ദ്രത്തിൽ BJP സർക്കാരുമുണ്ട്, മോദി സർക്കാരുമുണ്ട്. പല മേഖലയിൽ പല സ്വപ്ന പദ്ധതികളും മഞ്ചേശ്വരം കൊണ്ടുവരാൻ നമ്മൾ ജയിച്ചാൽ സാധ്യമുണ്ട്. കേരളത്തിലും വികസനം കൊണ്ടുവരാൻ നമുക്ക് സാധ്യമുണ്ട്. 13 കോടി രൂപയുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയാണ് ബഹുമാനനായ MLAയുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ മഞ്ചേശ്വരം മണ്ഡലത്തിലെ വിവിധങ്ങളായി പ്രശ്നങ്ങൾ നേരിടുന്ന കിഡ്നി ക്യാൻസർ, അതുപോലെ തന്നെ മറ്റു മേഖലകളിലെ ഹാർട്ട് അടക്കമുള്ള രോഗികൾക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. ബഹുമാനനായ CH കുഞ്ഞമ്പുവിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ദുരിതാശ്വാസ നിധി ഉണ്ടായിരുന്നു. എത്ര രൂപ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കായി വിനിയോഗിച്ചിട്ടുണ്ട് എന്ന് പറയാൻ? ആ ചോദ്യത്തിൽ താങ്കൾ മറുപടി പറയേണ്ടി വരും. അതിനു മുമ്പ് വേറെ ആരാ? അബ്ദുൾ റസാഖിനോട് ആണ് ഞാൻ ഈ ചോദ്യം. കടലോര മേഖലയെപ്പറ്റി വളരെയധികം അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുകയാണ്,
കുമ്പള കൊയ്പ്പാടി കടലോര മേഖല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഞങ്ങളുടെ മണ്ഡലത്തിൽ. ആ മണ്ഡലത്തിൽ 60 വർഷത്തോളമായി LDF-ഉം UDF-ഉം ഭരിച്ചിട്ടും ഇന്നും ഉപ്പുവെള്ളം കുടിക്കേണ്ട ഗതികേടിലാണ് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഉള്ളത്. അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെ 2 മുന്നണികൾക്കും സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് ഹാർബറിന്റെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു ഫിഷിംഗ് ലാൻഡ് സെന്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? അവിടെ കഞ്ചാവ് മാഫിയയും മണൽ മാഫിയയും ഒത്തുകളിക്കുന്ന ഒരു വേദിയാക്കി അത് മാറ്റിയിരിക്കുന്നു. ഇന്ന് വരെ അതിനുവേണ്ടി ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? രണ്ടാമത്, ഇവിടുത്തെ കടലോര മേഖലയിലുള്ള കടൽഭിത്തി ഏത് നിമിഷവും കടൽ കൊണ്ടുപോകുന്ന സ്ഥിതിയിലാണ് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ കുടുംബങ്ങളുള്ളത്. അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ബഹുമാന്യനായ അബ്ദുൾ റസാഖിനോടാണ് ചോദ്യം. ഇപ്പോ അബ്ദുൾ റസാഖ് അടിച്ചിറക്കിയ ഈ ബ്രോഷറാണിത്. പിന്നെ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നമുക്കിവിടെ ഈ മണ്ഡലത്തിനകത്ത് കാണാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല. മണ്ഡലത്തിൽ 20 കേന്ദ്രങ്ങളിൽ ആധുനിക ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ അത് എവിടെയാണ് എന്ന് നിങ്ങളൊന്ന് വിശദീകരിക്കണം. അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രി ഇതിൽ പറയുന്നുണ്ട്. ഇതിനകത്ത് പറയുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉക്കിനടുക്കയിൽ അവിടെ മെഡിക്കൽ കോളേജ് ഇല്ല, വെറും കല്ല് മാത്രമാണ് ഉള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ബഹുമാന്യനായ MLA-യോട് ചോദിക്കാനുള്ളത്, ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസ് ജില്ലാ ആസ്ഥാനത്ത് വരുന്ന ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസ് എങ്ങനെയാണ് മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതെല്ലാം ഇതിനകത്ത് പറയണം. അത് കോളേജ് ഉക്കിനടുക്കയിൽ അവിടെ കല്ല് മാത്രമാണ് ഉള്ളത്. കല്ല് മാറ്റി നന്നാക്കാനാണ് 92 കോടി രൂപയുടെ ടെൻഡർ നടപടി പൂർത്തിയായി അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ഓർഡർ ചോദിച്ചാൽ ഞാൻ തരാം. അതിന്റെ ജിയോ ഉണ്ട്. ഞാൻ സ്വപ്നങ്ങൾ മാത്രം ഇവിടെ BJP പ്രതിഷേധം നടത്തിയ ശേഷമാണ് നടത്തിയത് കൊണ്ടാണ് പ്രഖ്യാപിക്കാൻ എല്ലാ പ്രക്ഷോഭം നടത്തിയിട്ട് നേടിയെടുക്കാനോ? എല്ലാ പ്രക്ഷോഭം നടത്തി വായിച്ചതൊക്കെ ഒന്ന് പറയാം. ആധുനിക രീതിയിലുള്ള ബസ് വേസ്റ്റിംഗ് സെക്ടർ, അതായത് 20 കേന്ദ്രങ്ങൾ ഉണ്ടെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. 20, അതായത് അതിൽ കാണുന്നില്ലെങ്കിൽ പുതിയ ബുക്ക് തരാം, പുതിയ ബുക്ക് ഇറക്കാം. ഇതാണ് ഇത് ഈ നാട്ടിൽ വിതരണം ചെയ്ത സാധനമായിട്ട് കണ്ടാൽ പോരെ. ഗവൺമെന്റ് പ്രിന്റ് ചെയ്ത് ഈ നാട്ടിനകത്ത് വിതരണം ചെയ്യാത്ത കാര്യങ്ങൾ അടിച്ച് നാട്ടിൽ വിതരണം ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത് CPIM-ന്റെ പ്രവർത്തകർക്ക് ഉൾപ്പെടെ കൊടുത്തതാണ്. ഈ നാട്ടിൽ റദ്ദുച്ച നിങ്ങൾ പറയണ്ടേ? ഞാൻ പറയാം. അത് മാത്രമല്ല, ഒരു ചോദ്യം കൂടി റദ്ദുച്ചാട്, ഒരു ചോദ്യം കൂടി. ഇതിൽ ഉപ്പള കന്യാന റോഡ് അന്താരാഷ്ട്ര നിലവാരം എന്ന് പറഞ്ഞാൽ ഗൾഫിലെ റോഡിന് സാമാന്യമെന്നാണ്. ഞാൻ ഗൾഫിൽ പോയിട്ടില്ല, പക്ഷേ സനീഷ് ഒന്ന് ആ റോഡിലൂടെ സഞ്ചരിച്ച് നോക്കണം. ആ റോഡിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി കഴിയുന്നില്ല. അദ്ദേഹം എഴുതി വെച്ചതിലുള്ള പ്രശ്നം നമ്മളിപ്പോ ഒരു 5 കൊല്ലം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം ബ്രോഷർ അടിച്ചിരുന്നു എന്തെല്ലാം നടപ്പിലാക്കി എന്നാണ്. എന്നിട്ട് ആ ബുക്ക് എന്നെ ഉണ്ട്, ആ ബുക്ക് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് എന്തെല്ലാം ഭാവിയിൽ ചെയ്യുമെന്നാണ്. ഇവിടെ റദ്ദിച്ച ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തത് കുഴപ്പമില്ല. ഇതിപ്പോ എല്ലാം ജനങ്ങൾ നോക്കൂല. ഇപ്പൊ 900 കോടിയുടെ പദ്ധതി എന്ന് ചോദിക്കുമ്പോൾ എവിടെയെല്ലാം എന്തെല്ലാം അപ്പൊ അദ്ദേഹം ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, എവിടെയും കാണുന്നില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ തുളു അക്കാദമി ആരംഭിച്ചതേ ഉള്ളൂ, ഞങ്ങളാണ് ഇപ്പൊ അങ്ങനെ ഒരു സംഭവമില്ല. ഒരു മിനിറ്റ് കേൾക്കും. തുളു അക്കാദമി ആരംഭിച്ചത് എന്ന് മാത്രമല്ല, ഗവൺമെന്റ് ആദ്യ വർഷം തന്നെ 25 ലക്ഷം ബഡ്ജറ്റ് അലോക്കേഷൻ തുളു അക്കാദമി ആരംഭിക്കുന്നു. അന്നത്തെ കർണാടക മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി എല്ലാം പങ്കെടുത്തുകൊണ്ട് അതിവിപുലമായ ഒരു വലിയ സദസ്സിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നു. പിന്നീട് ബോംബെ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുളു പരിപാടികൾ നടത്തുന്നു. 70 ലക്ഷം രൂപ അന്നത്തെ സർക്കാർ നീക്കിവെച്ചു. 1 ഏക്കർ സ്ഥലം കടമ്പാറ വില്ലേജിൽ അനുവദിച്ചു. തറക്കല്ലിട്ടിട്ട് അത് വേറെ എന്തിനാണ് നിങ്ങളത് തെറ്റിദ്ധരിച്ചത്? ഈ തുളു അക്കാദമിക്ക് തറക്കല്ലല്ല, തുളു ഭവൻ നിർമ്മിക്കുന്നതിന് വേണ്ടി പ്രോജക്ട് ഉണ്ടാക്കി 2 കോടി രൂപയുടെ തുളു ഭവൻ. പക്ഷേ 5 കൊല്ലം കൊണ്ട് ഒരു നയാ പൈസ പോലും അവിടെ കൊടുത്തില്ല. കാട് കയറി കിടക്കുന്ന ബോർഡ് പോലും ഇല്ല. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കടലാസുകൾ നോക്കൂ. ഇതെല്ലാം സർക്കാരിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയുള്ള ഓർഡേഴ്സ് ആണല്ലോ. ഓർഡർ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. 5 വർഷം കൊണ്ട് എത്ര തുക തുളു അക്കാദമിക്ക് വേണ്ടി വിനിയോഗിച്ചു? പ്രൊജക്റ്റിൽ ഉണ്ടായിരുന്ന തുളു ഭവൻ അദ്ദേഹം നിർമ്മിച്ചോ? ഞങ്ങൾ തറക്കല്ലിട്ടു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത് പോലെ ഇട്ട തറക്കല്ല് പൊളിച്ചു മാറ്റി റബ്ദിച്ചാന്റെ പേരിൽ ഒരു തറക്കല്ലിട്ട് അവിടെ എന്തെങ്കിലും ചെയ്തോ? പിന്നെ തുളു അക്കാദമിയെ കൊന്ന ഘാതകരാണ് ഇപ്പോൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. ഞങ്ങൾ 70 കൊടുത്തു 100 കൊടുത്തു അർത്ഥമില്ല. തുളു അക്കാദമി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, നിങ്ങൾ അത് തകർത്തു. പോട്ടെ, തുളു അക്കാദമി വേണ്ട. നിങ്ങൾ എന്ത് ചെയ്തു? മൊയ്ൻകുട്ടി വൈദ്യർ സ്മാരക ഉപകേന്ദ്രം മൊഗ്രാലിലെ നമ്മുടെ മാപ്പിളപ്പാട്ടിന്റെ തനിമയാർന്ന ആ മണ്ണിൽ നമ്മൾ ആരംഭിച്ച മാപ്പിള കലാ പഠന ഗവേഷണ കേന്ദ്രം എവിടെ പോയി റബ്ദിച്ച? അത് പറ. അതിന്റെ മാപ്പിള കലാ അക്കാദമി രൂപീകരിച്ചത് കഴിഞ്ഞ വർഷമാണ്. അതുപോലെ സാംസ്കാരിക കേന്ദ്രമായി നിലകൊണ്ടിരുന്ന അതിന്റെ സബ്ബായി 1 ലക്ഷം രൂപ അതിന് ഫണ്ട് അനുവദിക്കുമ്പോ അതിൽ നിന്ന് 10,000 രൂപ കൊണ്ടുവന്ന് ഇവിടെ പഠനം നടത്തിക്കൊണ്ടിരുന്നത് മാത്രമാണ്. ഒരു അക്കാദമി രൂപീകരിച്ചിട്ടില്ല. മാപ്പിളപ്പാട്ട് അക്കാദമി കൊണ്ടുവന്നിട്ടില്ല.
മാപ്പിളപ്പാട്ട് അക്കാദമി രൂപീകരിച്ചത് കഴിഞ്ഞ 2014-15 ഇതാണ് സ്ഥിതി. ഈ രണ്ട് പേരിൽ ആർക്കെങ്കിലും ആണല്ലോ സർക്കാർ കിട്ടുക. കേരളത്തിൽ ഭരിക്കാൻ പോകുന്ന ഈ രണ്ട് മുന്നണികളിൽ ആരെങ്കിലും ഒരാളായിരിക്കും. ഇവരാരെങ്കിലും ഒക്കെയല്ലേ ഈ കാര്യങ്ങൾ നടപ്പാക്കി തരിക? ബിജെപിക്ക് എന്ത് റോളാണ് ഉണ്ടാവുക? ഈ പറയുന്ന മാപ്പിളക്കലാക്കാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾ മാറി ഭരിച്ചവരാണ് ഇവര് രണ്ടാള്. കഴിഞ്ഞ അവധിയില് റദ്വിച്ചാണ് ഇവിടുത്തെ MLA. ഈ വികസനം ഒന്നും നടന്നിട്ടില്ല. അവര് പറയുന്നത് ഇപ്പൊ ബായാർ റോഡിൽ സഞ്ചരിക്കാൻ പറ്റില്ല. നിങ്ങൾ ബിജെപിക്ക് ഇക്കാര്യത്തിൽ ബദലായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ടോ? ഇവിടെ ഏത് തരത്തിലുള്ള വികസനമാണ് വേണ്ടത് എന്ന അഭിപ്രായമുണ്ടോ? അതെന്താണ് നാട്ടുകാരോട് പറയുന്നത്? എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുക? വികസനം ഇപ്പൊ വികസനം മുരടിച്ച് നിൽക്കുന്ന ഈ മഞ്ചേശ്വരത്തെ എല്ലാ മേഖലയില് വികസനം കൊണ്ടുവരിക എന്നാണ് നമ്മൾ BJP മഞ്ചേശ്വരം മണ്ഡലത്തെ വോട്ടർമാർക്ക് നൽകുന്ന വാഗ്ദാനം. ഇപ്പൊ മെഡിക്കൽ കോളേജ് പറഞ്ഞു, മെഡിക്കൽ കോളേജ് ഇതുവരെ വന്നിട്ടില്ല. ഈ റോഡ് വികസനം പറഞ്ഞു, അതില്ല. ഇവിടെ കുടിക്കുന്ന വെള്ളം അതും ഇല്ല. എന്ത് വികസന പറയുന്നത്? ഈ തുളു അക്കാദമി കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ ശവപ്പെട്ടിയിലാണുള്ളത്. വൈസ് പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നത്, പ്രസിഡന്റ് സുബ്ബറയ്യാണ്. ഈ 5 വർഷത്തെ ഇവർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പറയണ്ടേ? വൈസ് പ്രസിഡന്റ് ആണ് തുള അക്കാദമിന്റെ. അവർ ഇരിക്കുന്നുണ്ട്, എന്ത് ചെയ്തു എന്ന് പറയണ്ടേ? 2 റോഡിന്റെ കഥ മാത്രമാണ് ഇപ്പൊ ഇവിടെ 2 തവണയായി അദ്ദേഹം സൂചിപ്പിച്ചത്. അതോടൊപ്പം കുമ്പള സീതാങ്കോള റോഡ് ഏത് രീതിയിലായിരുന്നു? ആരിക്കാടി പുത്തിക റോഡ്, പൂക്കട്ട വായിക്കട്ട റോഡ്, സാന്തിപ്പള്ളം കാമനവയൽ തൊടിയാറ് വായ്പാടി റോഡ്, നന്താരപ്പതിവ് വജിർപ്പള്ള റോഡ്, സുള്ളിയാമ അടക്കൽക്കട്ട റോഡ്, കോട്ടക്കാർ പാത്തൂർ റോഡ്, ഉപ്പള പത്വാടി മടിമുഖർ വാജിർപ്പള്ള റോഡ്, സീതാങ്കോളി